Hi friends, welcome to my venue. അപ്പോൾ ഇന്ന് ഞാൻ ഇതിന്റെ ഈ ഒരു പാറ്റേണിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഡാർക്ക് ബ്ലൂലോട്ട് ചെയ്തേക്കുന്നതാണ്. അതായത് ഡാർക്ക് നേവി ബ്ലൂ എന്ന് പറയില്ലേ, ആ കളറിലോട്ട് ചെയ്തേക്കുന്നതാണ്. അതിനകത്തോട്ട് ഈ യോക്ക് പോർഷനിൽ ഫുള്ളി ത്രെഡ് വർക്ക്. നമ്മൾ എപ്പോഴും ഈ ഒരു നെറ്റ് ഫാബ്രിക്കിലോട്ട് കുറെ വർക്ക് വരുന്നത് യോക്കിലേക്ക് ആഡ് ചെയ്യുന്ന അങ്ങനെ സിമിലർ വർക്കാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് നേരെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് ഞാനിപ്പോൾ ബ്ലാക്കും പ്ലസ് ഒരു മജന്ത കോമ്പിനേഷനാണ് അതിനകത്ത് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പം ഇതിന്റെ യോക്ക് ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് നെക്ക് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈനിങ് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഡാർക്ക് ബ്ലൂലോട്ടാണ്. ഞാൻ എന്റെ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വർക്ക് കാണുമ്പോൾ അറിയാം, നോർമൽ നെറ്റിലേക്ക് കൊടുത്തേക്കുന്ന ഒരു വർക്ക് അല്ല ഇത്. കണ്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു തിക്കായിട്ട് ഒരു ചിക്കൻ കാരിയുടെ വർക്ക് പോലെ ത്രെഡ് വർക്ക് ബ്ലൂവിൽ കൊടുത്തിട്ട് അതിനകത്തോട്ടാണ് ആ മജന്ത കളർ ത്രെഡ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, അതാണ് ഇത്രയും സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് ഡൾ സീക്വൻസ്, വാട്ടർ സീക്വൻസ് ഒക്കെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഇതുപോലെ ഷൈനിങ് ആക്കുമ്പോഴാണ് കാണുന്നത്. അപ്പൊ അതൊരു ബോട്ട് നെക്ക് ഒരു സ്റ്റൈലിലേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ബോട്ട് നെക്ക് വിത്ത് ലൈനിങ് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത കളർ ബ്ലാക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത്രയും നമുക്കിത് വെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. ബ്ലാക്കിലോട്ട് വന്നേക്കുന്നതും സെയിം ആ ഒരു ചിക്കൻ കാരി പോലെ സിമിലർ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്തോട്ട് റെഡിന്റെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്, റെഡ് വർക്ക്. അപ്പം അതാണ് രണ്ടിന്റെ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ബ്ലൂവും ഇതിന്റെ ബ്ലാക്ക് വർക്ക് വരുന്ന ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ ഇതിന്റെ നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് നമ്മളൊരു ഷേപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ബ്ലാക്കിന്റെ ലുക്ക് ഇതേപോലെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ കളർ ടോൺ ഉള്ളവർക്കും മാച്ച് ആവുന്നതാണ്. ഈ ബ്ലാക്കും ഡാർക്ക് നേവി ബ്ലൂ എല്ലാവർക്കും മാച്ച് ആവുന്ന കളറാണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ആ കളർ നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക്. അപ്പൊ അതിന്റെ യോക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ഗ്യാദേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അത് പ്ലീറ്റ്സ് പോലെ തന്നെ അത്രയും ഫിനിഷിങ്ങിൽ ഗ്യാദേഴ്സ് കൊടുത്തേക്കുന്നത്. ഈ ബ്ലൂവിൽ ചെയ്തേക്കുന്നത് പ്ലീറ്റ്സ് ആണ്. അപ്പം അതുപോലെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് രണ്ട് കളേഴ്സും. ഇതിന്റെ നെക്ക് പാറ്റേൺ ഇതുപോലെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അതിന്റെ ലൈനിങ് പോർഷൻ കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഓർ ബ്ലൂ. ഇതേപോലെ അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുത്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ബ്യൂട്ടിഫുൾ ആണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എത്ര കോസ്റ്റുള്ള മെറ്റീരിയൽ ആണെങ്കിലും അത് ചിലപ്പോൾ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്താലും ചിലപ്പം അത്രയും ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തപ്പം അത് ഭയങ്കര ഒരു നല്ല ഒരു എല്ലാവർക്കും സ്യൂട്ട് ആവാൻ തോന്നി, നല്ല ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് നമ്മളെങ്ങാനും 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.